നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. മൂവാറ്റുപുഴ കാവുംപടി മഞ്ഞപ്രയിൽ നാരായണൻ നായരുടെ മകൾ സുനിയ നായരെ മുംബൈ പോലീസ് സൈബർ വിഭാഗം വാട്സപ്പ് കോൾ വിളിക്കുന്നു. മുംബൈയിൽ നിന്നും സിം കാർഡ് എടുത്ത് 1.5 കോടി രൂപയുടെ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ കേസിൽ സുനിയ നായരെ അറസ്റ്റ് ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസർമാർ ഉടൻ സുനിയയുടെ വീട്ടിലെത്തും. മുംബൈ പോലീസ് സൈബർ വിഭാഗം ഇൻസ്പെക്ടർ പ്രദീപ് സാവന്താണ് സുനിയ നായരെ വീഡിയോ കോൾ ചെയ്തത്. വാട്സപ്പിലൂടെ അറസ്റ്റ് വാറന്റിന്റെ കോപ്പിയും അയച്ചു കൊടുത്തു. പിന്നീട് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി. വീഡിയോ കോളിലൂടെ തന്നെ സുനിയ നായരോട് ചോദ്യം ചെയ്യലിനായി ഒറ്റയ്ക്ക് ഒരു മുറിയിലിരിക്കുവാൻ അവർ ആവശ്യപ്പെട്ടു. സുനിയ നായർ അതനുസരിക്കുന്നു. രൂക്ഷമായ ഭാഷയിൽ ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നു. ഈ ചോദ്യം ചെയ്യൽ അധിക നേരം മുന്നോട്ട് പോയില്ല. കഠിനമായ രീതിയിലുള്ള ഈ ചോദ്യം ചെയ്യൽ സഹിക്കാൻ സാധിക്കാതെ ഈ സാധു സ്ത്രീ ബോധരഹിതയായി നിലത്ത് വീണു. ഇതൊരു തട്ടിപ്പിന്റെ ഭാഗമായി നടന്നതാണ്. പണം തട്ടാനുള്ള മറ്റൊരു മാർഗം. ഈ സംഭവങ്ങൾക്കിടയിൽ ആധാർ കാർഡ് ഉൾപ്പെടെ സുനിയയുടെ മുഴുവൻ വിവരങ്ങളും തട്ടിപ്പ് സംഘം കൈക്കലാക്കി കഴിഞ്ഞു. മനസ്സാവാച താൻ അറിയാത്ത ഓൺലൈൻ തട്ടിപ്പ് എന്ന ചതിയിൽ ഈ പാവം സ്ത്രീ പെട്ടുപോയതാണ്. ഈ അറസ്റ്റ് ഒഴിവാക്കാനാണ് തട്ടിപ്പ് സംഘം സുനിയോട് പണം ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ വ്യാജന്മാരുടെ ചോദ്യം ചെയ്യലിനിടെ സ്ത്രീ ബോധം കെട്ട് വീണപ്പോൾ അവിടെ എത്തിയ സുനിയുടെ പിതാവ് നാരായണൻ നായർ മകൾക്ക് വെള്ളമൊക്കെ കൊടുത്ത് ആശ്വസിപ്പിച്ചു. ശേഷം സുനിയുടെ ഫോണിൽ വാട്സപ്പിൽ വന്ന രേഖകൾ സൂക്ഷ്മമായി പരിശോധിച്ചു. അപ്പോഴാണ് ഇത് വിദഗ്ധമായ ഒരു തട്ടിപ്പിന്റെ ഭാഗമാണെന്ന് മനസ്സിലാകുന്നത്. സൈബർ എസ് ഐ പ്രദീപ് സാവന്ത് വ്യാജൻ, അറസ്റ്റ് വാറന്റ് വ്യാജം. ഒരു സ്ത്രീയെ വീഡിയോ കോളിലൂടെ ചോദ്യം ചെയ്തതിൻ്റെ ഭാഗമായി ബോധരഹിതയാകണമെങ്കിൽ അതിൻ്റെ തീവ്രത എത്രമാത്രമായിരിക്കും? ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകൾ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പണം നഷ്ടമായവർ നിരവധി പേർ കേരളത്തിലുണ്ട്. അതൊരു സത്യമാണ്. പക്ഷെ പലരും നാണക്കേടോർത്ത് പുറത്തു പറയുന്നില്ല. കാരണം ഈ തട്ടിപ്പുകളിൽ കൂടുതലും പെട്ടുപോകുന്നത് സാമ്പത്തികമായി ഉന്നത നിലയിലുള്ളവരും അഭ്യസ്ത വിദ്യരും ഒക്കെയാണ് എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫോണിലൂടെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും നമ്മളെ ചോദ്യം ചെയ്യില്ല. ഇനി വിശ്വാസയോഗ്യമല്ലാത്ത കോളിലൂടെ ആരാവശ്യപ്പെട്ടാലും വ്യക്തിപരമായ ഒരു വിവരമോ രേഖാ റെക്കോർഡുകളോ ഒന്നും തന്നെ നമ്മൾ നൽകാൻ പാടില്ല. പണം നഷ്ടമായാലും ഇല്ലെങ്കിലും ഇത്തരം കോളുകൾ വന്നാൽ സൈബർ സെല്ലിൽ ഉറപ്പായും പരാതി നൽകണം. കാരണം പരാതികളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴാണ് അന്വേഷണത്തിന് കൂടുതൽ ശക്തിയും താല്പര്യവും ഉണ്ടാകുന്നത്. വ്യാജ ലോൺ തട്ടിപ്പുകൾ, വീട്ടിലിരുന്ന് ധാരാളം പണം സമ്പാദിക്കാമെന്ന പരസ്യങ്ങൾ, സെക്സ് വീഡിയോ ചാറ്റിംഗ്, സാധനങ്ങൾ വളരെ കുറഞ്ഞ വിലയിൽ ലഭ്യമാകും, വ്യാജ ചിട്ടി ലേലങ്ങൾ, വ്യാജ ഫാം ഹൗസ് നിക്ഷേപങ്ങൾ തുടങ്ങിയ ഓൺലൈൻ തട്ടിപ്പ് ചിലന്തി വലകളാണ് നമുക്ക് ചുറ്റിലും. കരുതിയിരിക്കുക, കരുതലോടെ നീങ്ങുക. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.